സർവസൃഷ്ടിക്കും യജമാനീരേ, സർവസൃഷ്ടിയെ കാപ്പവർ നീരേ, எங்கள் இதயத்தில் உம்மை போற்றிடுவோம், என்றென்றும் பணிந்து தொழுவோம். സർവ സൃഷ്ടിക്കും യജമാനീരേ, സർവ സൃഷ്ടിയെ കാപ്പവർ നീരേ. ദൈവികമായ കാര്യങ്ങളിൽ ആത്മീയമായ കാര്യങ്ങളിൽ ആക്റ്റീവായി 3 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, നിന്റെ ആത്മാവ് ആരോഗ്യമുള്ളതായിരിക്കുന്നത് പോലെ നാം സകലത്തിലും ആരോഗ്യമുള്ളവരായിരിക്കും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ യേശു പ്രകാരം പറഞ്ഞ മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തോ പ്രയോജനം? ആത്മാവും ആത്മീയവും ഇല്ലാത്ത മനുഷ്യൻ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ശൂന്യത അനുഭവിക്കുകയാണ്. യേശു അവന്റെ ആത്മാവും ഉള്ള മനസ്സ് അല്ലെങ്കിൽ ഹൃദയം കർത്താവിന് വേണ്ടി തുടിക്കുവാനിടയായിരിക്കും. അത് 42-ാം സങ്കീർത്തനം 1-ല് ഘോരപുത്രന്മാർ പറയുന്ന ഒരു ഭാഗമുണ്ട്, മാൻ നീർത്തോളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെ പാടുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തോട് നന്ദി പറയുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ 2 കാലിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യൻ ഒരിക്കലും മറന്നു കളയരുത്. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ ഒരിക്കലും മറന്നു കളയരുത്. നമുക്കറിയാം, ഏതാണ്ട് 32 ലക്ഷത്തോളം ആൾക്കാർ ആഗോളപരമായി പ്രത്യാശ നഷ്ടപ്പെട്ടവരായി കാളവണ്ടി തേരിയിൽ മുക്കി പൊതു തന്നതുപോലെ മനുഷ്യൻ മണ്ണിനെ അടുത്ത നിമിഷങ്ങളെ ചൊല്ലി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മെഡിക്കൽ ലോകം എത്ര പരിശ്രമിച്ചിട്ടും ഒരു പോംവഴി കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടം. യേശുവിന്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ യേശു പറഞ്ഞത്, കാലഘട്ടത്തെ വിവേചിക്കുവിൻ. ഈ കാലഘട്ടത്തിലെ സഭ ഈ സമയത്തെ വിവേചിക്കേണ്ട സമയം വന്നിരിക്കുകയാണ്. യാതൊന്നിനും മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ അസാധ്യമായിരിക്കുമ്പോൾ മനുഷ്യനെ പിടിച്ചു നിർത്തുവാൻ കഴിവുള്ളത് ദൈവം കൊടുത്തിരിക്കുന്ന ആത്മീയത്തിനും കർത്താവിനും മാത്രമേ കഴിയുള്ളൂ. യെരമ്യാ പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ പ്രവാചകനായ യെരമ്യാവ് ഇസ്രായേൽ ഗ്രഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, മനുഷ്യ, ബുദ്ധിയുള്ളവൻ തന്റെ ബുദ്ധിയിലും ജ്ഞാനമുള്ളവൻ തന്റെ ജ്ഞാനത്തിലും വാക്ക് സാമർഥ്യമുള്ളവർ തന്റെ വാക്ക് സാമർഥ്യത്തിലും നിങ്ങൾ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവർ ഒന്നിൽ പ്രശംസിക്കണം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച് സകല ജനാചരങ്ങളും ഉണ്ടാക്കിയ സർവ്വത്തിന്റെയും ഉടയവനായ യഹോവയിൽ അവനിൽ ആശ്രയം വയ്ക്കേണ്ടത് അനിവാര്യമാണ്. അതാണ് 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞത്. സാഹചര്യങ്ങളെ വിലയിരുത്തി നീണ്ട 70ഓളം വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് കയ്പും മധുരവും എന്തെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ അനുഭവങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് വിശ്വാസത്തോടെ പാടിയ പാട്ടിന്റെ 1-ാമത്തെ വരിയാണ് പാടിയത്, യഹോവേ
ഹല്ലേലൂയ. സ്കൂളിൽ വിടാൻ വേണ്ടി മാതാപിതാക്കൾ വളരെ തിടുക്കമുള്ളവരാണ്. കോളേജിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി മാതാപിതാക്കൾ തിടുക്കമുള്ളവരാണ്. ഒരു ജോലി കിട്ടിയാൽ ഓടുവാൻ തിടുക്കമുള്ളവരാണ്. എന്നാൽ യഹോവയുടെ ആലയത്തിൽ ആത്മീയമായ യഹോവയെ സ്തുതിക്കുവാനുള്ള വ്യഗ്രതയും ആത്മീയ ദാഹവും ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാളത്തെ ഒരു നിമിഷം എന്തായിരിക്കുമെന്ന് മനുഷ്യന്റെ ബുദ്ധിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധി അഫലമാകുമ്പോൾ മനുഷ്യനെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ വചനമാണ്. ഇപ്പൊ പിതാക്കളോടൊപ്പം പറയാൻ ദൈവമേ ഞാൻ അങ്ങേ സ്നേഹിക്കുക. വേറെ ഒരു വാക്കുവിന് നാമിൽ വരുന്നില്ല. കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുക. കഴിഞ്ഞ ദിവസം പല സ്നേഹിതരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ എവിടെയാണ്? വളരെ ബുദ്ധിമുട്ടിലാണ്. കൊറോണ ഞങ്ങൾ പരിഞ്ഞു മുറുക്കുകയാണ്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പെട്ടെന്ന് മനസ്സിലൊരു ആശയം വന്നത്, പച്ചയില ഇത്ര പെട്ടെന്ന് പഴുക്കുമോ? പച്ച ഒരു ഇല പെട്ടെന്ന് ഉണങ്ങി പോകുമോ? ശ്രദ്ധിച്ചോളണം. പച്ച ഒരു ഇലയിൽ പെട്ടെന്ന് ഹോൾ വീഴുമോ? ഒരിക്കൽ ഒരാവണത്തിന്റെ കീഴിൽ ഒരു മനുഷ്യനിരുന്നു. നോക്കിയപ്പോൾ എത്ര സന്തോഷം! അത്യുച്ചമാവുന്ന ഈ വെയില് തലയിലടിക്കുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ആ ഇലയിൽ ആരാണ് പുഴുവോട് അയച്ചത്? ആരാണ് ആവണത്തിൽ പുഴു അയച്ചത്? കോപമുണ്ടായി. ആരാണ്? മോളോട് നോക്കി, താഴോട്ട് നോക്കി. പച്ചയായിരിക്കുമ്പോൾ തന്നെ, ആയുള്ളപ്പോൾ തന്നെ, ആരോഗ്യമുള്ളപ്പോൾ തന്നെ കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ ഒരിക്കലും മറന്നു. നാം ഇതിനെ പോകാൻ നൃത്തത്തിൽ ആരാധിക്കുവാൻ, അവനെ സ്തുതിക്കുവാൻ. കർത്താവ്, എന്റെ ബലമായ കർത്താവ്, ഞാൻ അവനെ സ്നേഹിക്കുന്നു പറയുവാൻ. സൂര്യന്റെ ഉദയം അസ്തമയം വരെ, അടുത്ത വീണ്ടും ഉദയം അസ്തമയം വരെ, രാത്രിയോ പകലോ വ്യത്യാസം കൂടാതെ അവന്റെ സന്നിധിയില് രഹസ്യമായ പരസ്യമായ പറയുവാൻ, വിശ്വാസം ഏറ്റുപറയുവാൻ സഭ ഒരിക്കലും മറന്നു കളയരുത്. ഈ പകല് ഞാൻ സങ്കീർത്തനെ വ്യാഖ്യാനിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച വേറൊരു ഭാഗമാണ്. വായിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കത്താവേ, രണ്ടാമത്തെ രാജാവ് ഇത്രയും കഴിവുള്ളവർ. ഞാൻ യഹോവയുടെ ദാസൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്കിനെ ഒന്ന് എബ്രായ ഗ്രീക്ക് ഭാഷകളിൽ ഒന്ന് കട്ടി നോക്കിയപ്പോൾ അത് അർത്ഥമണവൻ ഞെട്ടിപ്പോയി. അവൻ സ്വയം താഴ്ന്നത് കഥ ഒന്നുമില്ല. അവന്റെ സന്നിധി വിനയത്തോടുകൂടെ വന്ന മനുഷ്യൻ, വേദപുസ്തകം പറയുന്നത്, ദരിദ്രനെ കുപ്പയിൽ ഉയർത്തുന്നവനാണ് കർത്താവ്. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നടത്തുന്നവരാണ് നമ്മുടെ കർത്താവ്. ഇവിടെ പറയുന്ന കർത്താവ് ഈ 30-ാം തീയതി വരെ എന്നെ കൊണ്ടുപോകും. എനിക്ക് ആയുസ് തരുവാ, എനിക്ക് ആരോഗ്യം തരുവാ. ഒരിക്കലും മനുഷ്യൻ പറഞ്ഞ് നല്ല മണമുള്ള രുചിയുള്ള ബിരിയാണി ഉണക്കി വെച്ചിരിക്കുകയാണ്. അത് വാക്യാൻ മൂക്കുകൊണ്ട് ആവശ്യമുണ്ടിരിക്കും, കഴിക്കാൻ പറ്റില്ല. എല്ലാം കർത്താവിന്റെ കരത്തിലാണ്. ഈ കർത്താവ് അങ്ങയുടെ രംഗത്തിലാണ്. എന്നെ നിന്റെ കരത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നായിരിക്കുന്നത് അങ്ങയുടെ കൃപയാണെന്ന് പറയുവാനുള്ള ഒരു ഉറപ്പും ധൈര്യവും നിരന്തരമായി
ദൈവസഭയ്ക്ക് ഉണ്ടാകാൻ അനിവാര്യമാണ്. എപ്പോഴും ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയ സഭയുടെ പറയുന്ന ദൂതന്റെ ഭാഗമുണ്ട്. ക്രിസ്തു യേശുവുള്ള ഭാഗം തന്നെ പ്രിയ ഫിലിപ്പിയ ദൈവസഭയെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ട അത്യന്താപേക്ഷിതമാണ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഇന്നത്തെ സ്വഭാവം മാറി യേശുവിന്റെ സ്വഭാവവുമായി യേശുവിന്റെ രൂപവുമായി ലയിച്ചു ചേർന്ന് സ്വഭാവങ്ങളില് ദൈവികമായ ആരാധനയില് അവർക്ക് മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. യാഥാർത്ഥ്യമാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മെ താങ്ങുവാൻ ഞാൻ ഒരു പദം കൂടെ ഞാൻ സത്യത്തിൽ പറഞ്ഞത്, ഞാൻ ഈ മധ്യസ്ഥ പ്രാർത്ഥന പറഞ്ഞത് എന്താ പറയുന്നത് ഓർമ്മയുണ്ടോ? 16 സംഘത്തിന്റെ 1-ാം വാക്യം, യഹോവേ ഞാൻ ഈ ശരണം പ്രാപിക്കുകയാണ്, എന്നോട് കാത്തുകൊള്ളണം. ഹല്ലേലൂയ. ഞാൻ പറയും, പക്ഷെ ആഹാരമില്ലേ? വേണ്ട. കയ്യിൽ പൈസ ഒന്നുമില്ലേ? വേണ്ട. തൽപ്പ വസ്ത്രം അത്ര കൂടിയില്ലേ? വേണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല, വേണ്ട. യേശുണ്ടെങ്കിൽ, ആത്മീയമുണ്ടെങ്കിൽ സകലവും നമ്മൾ അടുക്കൽ എത്തിച്ചു തരുവാൻ ദൈവം എന്നും ജീവിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിഹാസികളുടെ വായി അടയ്ക്കുന്ന നമ്മുടെ ദൈവം, നിങ്ങളിലെ താഴെ കൊണ്ടുവന്ന നമ്മുടെ ദൈവം ഈ പകല് താഴ്മയുള്ളവരായി യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു പോലെ പറയുവാനുള്ള മനസ്സ് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കർത്താവേ പൂർണ്ണ മനസ്സുകൊണ്ട് പൂർണ്ണശക്തി പറയുമ്പോൾ പന്ത് ചാടുന്നത് പോലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞത് പറയുമ്പോൾ നിങ്ങൾ ഉറപ്പോട് ധൈര്യത്തോടും കൂടെ വിശ്വാസത്തോട് വിളിച്ചു പറയണം. ഹല്ലേലൂയ. അത് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തില് അത് യാഥാർത്ഥ്യമായി വരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയിൽ ചില നിമിഷങ്ങളുടെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെ വളരെ മനോഹരമായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വാക്യത്തെ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ കർത്താവ് എന്നോട് കൂടെ. ഇന്ന് അല്പം ഒരു ചെറിയ മാറ്റം വരുത്തി പറയാൻ പോവുകയാണ്. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ അവൻ എന്നോട് സംസാരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ, ബലമില്ല എന്ന് തോന്നുമ്പോൾ, എനിക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോൾ, ഞാൻ ഒറ്റയ്ക്ക് എന്ന് തോന്നുമ്പോൾ എന്റെ അടുക്കൽ ഓടി വന്ന് എന്നോട് സംസാരിക്കുന്നവരാണ് എന്റെ യേശു. ആമേൻ. ഒരു മനുഷ്യന്റെ ജീവിതം ഒരു പക്ഷേ ഗതശമനയിലൂടെ പോയെന്ന് വരാം. എപ്പോഴും ഒരു മനുഷ്യന്റെ ജീവിതം പഞ്ഞിമത്തേല്ല. ഗതശമന തോട്ടം, ഞാൻ നിങ്ങളുടെ ചിന്തകൾ മുഴുവനും ഈ ഗതശമന തോട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ഗതശമന എന്ന പേരിന്റെ അർത്ഥം തന്നെ വൈൻ പ്രസ് എന്ന് പറയുമ്പോൾ ഒലിവ് കുരുവിനെ അതിനെ ഉടച്ച് എണ്ണയായി തീർക്കുന്നതാണ് ഗതശമന തോട്ടം. ഈ തോട്ടത്തിലൂടെ ഒരു പക്ഷേ ദൈവം നമ്മെ കടത്തിയെന്ന് വരാം. കടത്തുമ്പോൾ ചോദിക്കരുത്, എന്ത് കർത്താവേ നീ എന്നെ ഈ തോട്ടത്തിനകത്തൂടെ കടത്തുന്നത്? മാനുഷികമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടുകയില്ല. എന്നാൽ വേണ്ട പുസ്തകത്തിനകത്ത് ഉത്തരമുണ്ട്. യേശു പറയുകയാണ്, നിന്നെ ഈ തോട്ടത്തിലൂടെ ഞാൻ വിട്ടത് എന്റെ ഇഷ്ടമാണ്. ഈ പകല് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കപ്പെട്ട ദൈവസഭ ഈ തോട്ടത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സഭ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, കർത്താവേ ഈ തോട്ടത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്റെ ഇഷ്ടത്തോടെ ഞാൻ വന്നതല്ല, നീ എന്നെ ആക്കിയത് കൊണ്ട് ഇത് നിന്റെ ഹിതമാണ്. നിന്റെ ഹിതം പൂർത്തീകരിക്കുവാൻ കർത്താവേ ഞാൻ എന്നെ വിനയപ്പെടുത്തുന്നു എന്ന് സഭ വിളിച്ചു പറയേണ്ടത് അനിവാര്യമാണ്. ഈ ഒരു കുരു ഈ പ്രസിലിട്ട് ഇത് ഞവടി ഇതിനെ ഉടയ്ക്കുമ്പോൾ എത്ര വേദനയായിരിക്കും. മാനുഷിക വീക്ഷണത്തിൽ നാം ചിന്തിച്ചപ്പോൾ
നമ്മെ ഒരു പ്രശ്നത്തിട്ട് ഒന്ന് ഞവിട്ടിയാൽ നമ്മളിങ്ങനെയും വേദന. അത് ശരീരവേദനയായി വരാം, മനസ്സിന്റെ വേദനയായി വരാം. ഒരു പക്ഷേ ഇതിലൂടെ വിടുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഒരു പക്ഷെ ദൈവം നമ്മെ രക്ഷിക്കപ്പെട്ട നമ്മെ വീണ്ടും ഭൂമിയിൽ ശേഷിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു പക്ഷെ ഒരിക്കലും മനസ്സിലാകുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ആക്കിയിരിക്കുന്ന അവസ്ഥയിൽ നീ എത്രത്തോളം ആയിരിക്കോ അതിൽ നിന്ന് എന്താണ് നിന്നെ പുറത്തു കൊണ്ട് ഓരേണ്ടതെന്ന് അതിൽ നിന്ന് ഗ്രഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നിന്നെ വിളിച്ചു ഓർത്തിരിച്ചത്. അതാ പാട്ട് പാടിയത്. വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ, പുറത്ത് കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനെന്ന് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, വിളിച്ച ദൈവം വിശ്വസ്തൻ. അവനെ വിളിച്ച് അന്ധകാരത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വിളിച്ച് കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനാണ്. എന്റെ ഈ വിശ്വാസ ശോധനയില് എന്നെ കൈവിട്ട് കളയുന്ന ദൈവമല്ല. എന്നാൽ ഈ ശോധനയിലൂടെ, ഈ വേദനയിലൂടെ, ഈ ഓട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരിക്കലും പിറുപിറുക്കരുത്, ഒരിക്കലും നിന്റെ വ്യാകുലത പറയരുത്. മറിച്ച് കർത്താവേ നന്ദി പറഞ്ഞുകൊണ്ട് ഇത് അങ്ങയുടെ ഹിതമായ കർത്താവ് ചെയ്യുവാന് ഞാൻ റെഡിയാണ് എന്ന് ഒരു ഉത്തരം പറയുമ്പോൾ നിന്നെ സഹായിക്കുവാന് ഇറങ്ങി വരുവാനിടയായി തീരും. എന്റെ സങ്കീർത്തനത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞ് നമുക്ക് ലഭിച്ച രക്ഷ ദൈവത്തിന്റെ ദാനമാണ്, അത് വിശ്വാസത്താലാണ്. എന്നാൽ പ്രതിഫലം പ്രവർത്തിയാലാണ്. ചില സമയങ്ങളിൽ കർത്താവ് നമ്മെ ഗതശമനത്തോട്ടത്തിനകത്ത് തള്ളി വിടുന്നത് നമ്മുടെ പ്രതികരണവും പ്രവൃത്തിയും ഒന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു അല്പനിമിഷത്തേക്ക് യോനയെ കൊണ്ട് ആവളക്കിന് കീഴെ ഇരുത്തിയപ്പോൾ ദൈവം 2-3 ഹോമിട്ട് കൊടുത്തതേ ഉള്ളൂ, അവന്റെ മുഖഭാവം മാറി. ഈ തോട്ടത്തിനകത്തോട് നമ്മെ തള്ളി വിടുമ്പോൾ വിശ്വാസ പരിശോധനയ്ക്ക് വേണ്ടിയാണ് അവൻ നമ്മെ വിടുന്നത്. ഈ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നുപോയി വിജയം പ്രാപിച്ചാൽ അവൻ നമുക്ക് വേണ്ടി പ്രതിഫലം വെച്ചിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 5:10 വായിക്കുമ്പോൾ അവന് ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത നല്ലതാകിലും തീയതാകിലും അവന്റെ ന്യായവിധിയുടെ സിംഹാസനം മുമ്പാകെ പ്രതിഫലം വാങ്ങാൻ നിൽക്കേണ്ട ഒരു ദിവസം വരെ ഈ ശോധനയിലൂടെ കടന്ന് തള്ളി വിടുന്നത്, ഈ വ്യാകുലത തള്ളി വിടുന്നത് നിന്റെ ഇഷ്ടമല്ല, നീ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടല്ല, അത് അവന്റെ ഹിതമാകുകയാണ്. ഈ കർത്താവ് നിന്റെ ഹിതം ചെയ്യുവാൻ, യേശുവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, പരിശോധനയിൽ കർത്താവ് ഞാൻ തളർന്നു പോകാതെ എന്റെ കൈ പിടിച്ച് നടത്തുവാൻ യേശുവിന് കഴിയും. ഈ സഭ
നല്ലവനായ ദൈവം തന്നെയാണ്. നീ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി ക്ഷീണത തോന്നുമ്പോൾ, നിരാശ കൊണ്ട് നമ്മെ അലങ്കാരം വിടുമ്പോൾ, ഒരു കാര്യം ഓർത്തുകൊള്ളണം, അവൻ നമ്മോട് സംസാരിക്കുകയാണ്. എന്റെ മകനെ, എന്റെ മകളെ, നീ തോട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അത് എന്റെ ഹിതമാണ്, അത് നിന്റെ ഹിതമല്ല. ഞാൻ നിന്നെ തള്ളി വിട്ടിരിക്കുകയാണ്. നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്നതായ പ്രതിഫലം ഏറ്റവും ശ്രേഷ്ഠമാകുകയാണ്. അതുകൊണ്ട് കൈപ്പന്ന കർത്താവ് നീര് കുടിക്കേണ്ടി വന്നാൽ, കൈപ്പന്ന കർത്താവ് ആ സമയത്തിലൂടെ നീ കടന്നുപോയാൽ വ്യാകുലപ്പെടരുത്. നിന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരമുണ്ട്. ഈ മകൾ യേശുവിന്റെ കരമാണ്. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കയ്പും മധുരവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവരാണ് നാം എല്ലാവരും. എന്നാൽ ഈ തോട്ടത്തിനോട് കർത്താവിനെ വിട്ടിരിക്കുന്നത് ഇന്ന് ഈ പകൽ ഓർത്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പരിശോധനയ്ക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ വിട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സൂക്ഷിക്കുന്നത്, ആ വ്യക്തിയെ വേണ്ടി കരുതുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി സകലവും കൊടുക്കുന്നത് ഒരു മനുഷ്യനല്ല. ഹല്ലേലൂയ. ഒരു മറ്റുള്ളവരുടെ ഭരണകർത്താവല്ല. ഭൂമിയെ സൃഷ്ടിച്ച സകല ചരാചര ഉടയവനായ എന്റെ യേശുവാണ്. ഹല്ലേലൂയ. എന്റെ 39 വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ പതിവുപോലെ ഒരു മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ചെറിയ കാര്യം പറയാൻ പോവുകയാണ്. യേശു ഭൂമിയിൽ വന്നത് പിതാവിന്റെ ഇഷ്ടമാണ്. ഇത് സഭയിൽ കുറച്ചു പേർ കാത്തിരിക്കുന്നത് എന്റെ പിതാവായ യേശുവിന്റെ ഇഷ്ടമാണ്. ഇപ്പൊ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് എന്റെ യേശുവിന്റെ ഇഷ്ടമാണ്. എന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ നിന്നെ തള്ളിവിടുമ്പോൾ യേശുവിനെ അനുഗമിക്കുവാൻ ഒരിക്കലും മറന്നു കളയരുത്. യേശു ഈ ഒരു മലയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനിതാ പോകുന്നു, ഞാൻ പോകുന്നു, ഞാൻ അനുഭവിക്കാൻ പോകുന്ന വേദനകളെ കുറിച്ച് എല്ലാം ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ കേട്ടു, ഗ്രഹിച്ചവരുണ്ട്, ഗ്രഹിക്കാത്തവരുമുണ്ട്. എന്നെ ചിന്തിപ്പിച്ച ഭാഗപ്രകാരമാണ് ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ഈ പകല് നമ്മുടെ രക്ഷകനായ യേശുവിനെ അനുഗമിക്കുവാൻ, അവന്റെ പുറകാല യാത്ര ചെയ്യുവാൻ, അവൻ പോകുന്നിടത്തുകൂടെ യാത്ര ചെയ്യുവാൻ നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. ഹല്ലേലൂയ. അത് പാട്ടുകാരൻ പാടിയത്, യേശുവിൻ പിന്നിൽ പോകാനുറച്ചു, യേശുവിൻ പിന്നിൽ പോകാനുറച്ചു, യേശുവിൻ പിന്നിൽ പോകാനുറച്ചു, പിന്മാറാതെ ശിഷ്യന്മാർക്ക് മനസ്സിലായി അരുമനാഥിൽ പോകുന്ന വഴി ദുർഘടമാണ്, മുള്ളുകൾ നിറഞ്ഞതാണ്. എന്നാൽ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചത് വിശ്വാസത്തോടെയായിരുന്നു. അവർക്കറിയാം, ലോകം ഞങ്ങളുടെ പുറകിലാണ്, യേശുവാണ് നമ്മുടെ മുൻപില്. ഈ പകല് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രം നോക്കി നമ്മുടെ യാത്ര മുന്നോട്ട് വയ്ക്കുക. അവിടെ ഫിക്സ് യുവർ ഐസ് എക്സ്ക്ലൂസീവ്ലി ഓൺ ജീസസ് ക്രൈസ്റ്റ്. യേശുവിനെ മാത്രം നോക്കുക. ഹല്ലേലൂയ. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. ശിഷ്യന്മാർ മനസ്സിലായി, അനുവാദം പോകുന്ന വഴി ബുദ്ധിമുട്ടാണ്, വളരെ കാഠിന്യമേറിയ നടപ്പ്, പ്രാർത്ഥിക്കണം. നമ്മൾ അല്പം കഴിയുമ്പോൾ പരീക്ഷന്മാരും പുരോഹിതന്മാരും വന്ന്
യേശുവിനെ അറസ്റ്റ് ചെയ്യും. ഇതൊക്കെ യേശു മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ വിശ്വാസത്തോടെ ശിഷ്യന്മാർ യേശുവിന്റെ പുറകാല അനുഗമിച്ചു. ഈ പകരം ഈ COVID-19 30-32 ലക്ഷത്തോളം ആൾക്കാർ വളരെ കർത്താവ് നമ്മെ സൂക്ഷിച്ചിട്ടുള്ള കൃപ കൊണ്ട് മാത്രമാണ്. അവരുടെ കൃപയല്ലാതെ ഒന്നുമല്ല നമ്മുടെ ആയുസ് ശേഷിക്കുന്നത്. അവന്റെ കൃപ കൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രാത്രി വിദേശത്തെ കുറിച്ച് പ്രകാരം പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, നാട്ടിൽ വരുമെങ്കിൽ കാണാം. ഇങ്ങനെ മോത്തിരിക്കാൻ കുറച്ച് നേരം വീട്ടിൽ നോക്കി ഇതൊട്ടും വയ്യ, ഞാൻ പറ്റുന്നില്ല, കരണ്ട് കാലുകൾ തുറക്കാൻ പറ്റുന്നില്ല. ഒറ്റ മണിക്കൂറിനാലും ജീവിതത്തിലെ വ്യതിയാനങ്ങൾ വന്നു. നമ്മൾ പ്രാർത്ഥിക്കാൻ കർത്താവ് അനുവദിച്ചാലല്ല. യേശുവിന്റെ പുറകാലെ അനുഗമിച്ച ശിഷ്യന്മാർ ഈ ഓണത്തിന്റെ കാലഘട്ടത്തിൽ ഉറങ്ങട്ടെ. ഈ ഓണം കാരണം കേരളത്തിന്റെ സംസ്കാരമാണ് ഓണം. ഓണം പറയുമ്പോൾ ചിലരുടെ മോൾക്ക് പിടിക്കുന്നില്ല. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരമാണ് ഈ ഓണം. എല്ലാവരും ഓണം ആഘോഷിക്കുന്നവരാണ്, ആഘോഷിക്കാത്തവരും ഉൾക്കൊള്ളാത്തവരുമുണ്ട്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ഉത്സവമാകയാൽ അത് നമ്മൾ സ്വീകരിക്കുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഈ മഹോത്സവത്തിൽ നമ്മുടെ ചിന്ത മുഴുവനും വരേണ്ടത് യേശു മാത്രമാണ്. നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ, നമ്മെ നയിക്കുവാനും കഴിവുള്ളത് യേശു മാത്രമെന്ന് 3.5 വർഷം നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായി. ഇത്രത്തോളം ഞങ്ങൾ യേശുവിന്റെ കൂടെ നടന്നപ്പോൾ 5 അപ്പം 5000 പുരുഷന്മാർ ഭക്ഷിച്ചു. ഇങ്ങനെ കൺമുമ്പിൽ തന്നെ കുരുട് കണ്ടു, ചെവിടർ കേട്ടു, ഊമൻ സംസാരിച്ചു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അത് മാത്രമല്ല, യേശു ചെയ്യുന്നത് കാഠിന്യമേറിയ മേഖലകളിലൂടെ ഒരുപക്ഷെ യേശു നമ്മെ നടത്തിയെന്ന് വരാം. എന്നാൽ യേശുവിനെ അനുഗമിക്കുവാൻ ശിഷ്യന്മാർ മടിക്കാതെ യേശുവിന്റെ പുറകെ യാത്ര ചെയ്തു. യേശു പോകുന്ന വഴി ശിഷ്യന്മാർക്ക് മനസ്സിലായി. അവിടെ ഗത്സമന തോട്ടമാണ്, നിങ്ങളെ സഹിക്കും. എന്നാൽ നാം ഗത്സമന തോട്ടത്തിലായിരിക്കും. നമ്പർ 1, യേശുവിന്റെ പുറകാലെ യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഈ തോട്ടത്തിനകത്ത് വച്ചുകൊണ്ട് ഇരുന്നുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒരു പക്ഷേ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ആ സമയത്തും നിന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദമുണ്ട്. അത് യേശുവിന്റെ ശബ്ദമാണ്. അതാ 40 വായിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും. ദൈവം ഒരുപക്ഷെ ചിലവരിൽ അഗ്നിശോധനയാണ് തരുന്നത്, മറ്റു ബുദ്ധിക്ക് നിരക്കാത്തതാണ് തരുന്നത്, വേദന നിറഞ്ഞതാണ്. അയ്യോ ഇതൊന്നും ചോദിക്കാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. എന്തൊന്നും ചോദിക്കാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നമ്മൾ സാധാരണ പാട്ട് പാടാറുണ്ട്, നാം എല്ലാം നൃത്തം ചെയ്ത് പാടും, അർത്ഥം മനസ്സിലാക്കുന്നത് വളരെ ചുരുക്കമാണ്, അല്ലേ? ചിലപ്പോൾ ഒരു പാട്ടിന്റെ ഞാൻ പല ഭാഗം മുറിച്ചിട്ട് ഇതെന്താ അർത്ഥം? പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച സകല പോംവഴി അവൻ ചെയ്ത് നമ്മൾ ഉറക്കെ പാടും. ഇതാ വേറെ എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. കേട്ടോ, കവി പാടിയ പാട്ട് എന്തിനെന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചു. എന്തിനൊന്നും ചോദിക്കില്ല ഞാൻ,
നിന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. 39 വായിക്കുമ്പോൾ ജോസഫ് 2 വർഷം കുണ്ടറയില് ജോസഫ് നോക്കിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഞാൻ ഈ കുണ്ടറയിലായി. കഥ പറയുകയാണ്, ഞാൻ നിന്നെ അവിടെ ആക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. സമയങ്ങൾ കർത്താവിന്റെ സമയം വന്നപ്പോൾ, ഓ ഹല്ലേലൂയ, കർത്താവിന് സമയം വന്നപ്പോൾ, സഹോദരൻ കർത്താവിന് സമയം വന്നപ്പോൾ, ഓ എന്റെ സമയം വന്നപ്പോൾ, എന്റെ സമയം വരുമ്പോൾ ഇതിൽ അവൻ പുറത്തു കൊണ്ടുവരുവാൻ നേതരമായി വരുവാൻ എന്റെ യേശുവിന് കഴിയും. 2 വർഷം കുണ്ടറയിൽ കിടന്ന യോസേഫിനെ, എല്ലാവരും ഉപേക്ഷിച്ച യോസേഫിനെ ഇത് പുറത്തു കൊണ്ടുവന്ന് മിസ്രയീം രാജ്യത്തിന്റെ ഭക്ഷ്യവും മന്ത്രിയാക്കി മാറ്റിയിരിക്കുകയാണ്. ബുദ്ധി നൽകുന്നത് യേശുവാണ്, ജ്ഞാനം നൽകുന്നത് യേശുവാണ്, കഴിവ് നൽകുന്നത് യേശുവാണ്, ആരോഗ്യം നൽകുന്നത് യേശുവാണ്. മനുഷ്യ എത്ര പരിശ്രമിച്ചാലും നമുക്ക് ലഭിക്കാത്തത് സകലം നൽകുന്നത് എന്റെ യേശുവാണ്. ഈ പകല് സഭ തിരിച്ചറിയണം, സകലം കഴിയുന്നത്, സകലം കൊടുക്കുന്നത് എന്റെ യേശുവാണ്. ഈ പകല് തിരിച്ചറിയണം. നീ വ്യാകുലപ്പെടരുത്, യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സമയം വന്നപ്പോൾ യോസേഫിനെ പുറത്തു കൊണ്ടുവന്നു. ഈ പകൽ വിശ്വാസത്തോടെ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഞാൻ പുറത്തു വരുന്ന ഒരു ദിവസം, യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഞാൻ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. വേദവചനം പറയും, ദൈവത്തിനെ സ്നേഹിക്കുന്നവർ ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത വലിയ വൻ കാര്യങ്ങളാണ് എന്റെ യേശു തന്നെ സ്നേഹിക്കുന്ന, എന്റെ യേശു തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെയാകുന്നു എങ്കിൽ നമുക്ക് വേണ്ടി സകലവും സകലവും ചെയ്യുവാൻ കഴിവുള്ള എന്റെ യേശു. ഇപ്പൊ ഗദസമന തോട്ടത്തിലൂടെ ആണ് നീ ഇപ്പോൾ ആയിരിക്കുന്നുവെങ്കിൽ, നമ്പർ 1, യേശുവിനെ അനുഗമിക്കുവാൻ മറന്നു കളയരുത്. യേശുവിന്റെ പാതാര വൃന്ദങ്ങൾ കെട്ടിപ്പിടിക്കുവാൻ മറന്നു കളയരുത്. 2, യേശുവിനെ സ്നേഹിക്കുവാൻ മറന്നു കളയരുത്. ആമേൻ. യേശുവിനെ സ്നേഹിക്കുവാൻ മറന്നു കളയരുത്. ഇത് 2 ചെയ്ത് കഴിയുമ്പോൾ യേശു നിന്നോട് സംസാരിക്കുക. ശിഷ്യന്മാർ ബലഹീനരെന്ന് യേശുവിന് അറിയാം. ശിഷ്യന്മാരുടെ ബുദ്ധി കുറവാണെന്ന് യേശുവിന് അറിയാം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അഗ്നി ചോരയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശമുള്ളവൻ, സകലവും കണ്ട് മനസ്സിലാക്കുന്നവൻ, ശിഷ്യന്മാരുടെ വേദന മനസ്സിലാക്കി, ശിഷ്യന്മാരുടെ അവരുടെ വിഷാദം മനസ്സിലാക്കി. എത്ര പരിശ്രമിച്ചിട്ട് ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അവർ വിഷാദം ഉള്ളവരാണ്, അവർ വേദന ഉള്ളവരാണ്, അവർ നിരാശ ഉള്ളവരാണ്. ആരും നിന്നെ മനസ്സിലാക്കിയില്ല. രാത്രിയോ പകലോ നീ നേരിടുന്ന സകല വേദനകളെയും സകല പ്രതിസന്ധികളെയും ആരാഞ്ഞ് ഗ്രഹിച്ച് മനസ്സിലാക്കുന്നവർ യേശുണ്ട്. ആ യേശു ഇന്ന് പകല് നമ്മുടെ അടുത്ത് വന്ന് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കുകയും ഈ പകല് പ്രാർത്ഥിക്കുവാനുള്ള ഒരു മനസ്സ് യേശു മനസ്സിലായി. പരീക്ഷ നമ്മുടെ മുൻപിലുണ്ട്. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം എന്താണ്? പറഞ്ഞത് എന്താണ്? പ്രാർത്ഥന. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഇടപെടാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ്. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കാര്യങ്ങൾ ഊന്നി പറയുകയാണ്. 1, നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഞാനും ഇന്നത്തെ പുതുനിയമ സഭയ്ക്ക് കൊടുക്കുന്ന ശക്തമായിട്ടുള്ള 2 അനുഗ്രഹ വചനങ്ങളാണ്. 1,
ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും നന്ദി പറയുകയും. ഇത് നീ പറഞ്ഞു കഴിയുമ്പോൾ നാം ഇതിനെ പോലെ 18 സങ്കീർത്തനം 1 പറയുന്നത് പോലെ ഞാൻ എന്റെ ബലമായ കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുമോ എന്ന് വിശ്വാസത്തോടെ പറയുമ്പോൾ തന്നെ അവന്റെ കൃപ നമ്മുടെ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അവന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ഒരു പക്ഷേ ഞാൻ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരാൻ പോകുകയാണ്. ഒരു പക്ഷേ ഈ നിരാശ എന്ന തോണിയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യമായ തുടക്കത്തിൽ നിരാശ എന്ന് തോന്നും, ഇതിനെ കാണുന്നവർക്ക് നിരാശ എന്ന് തോന്നും. എന്നാൽ അവൻ നിന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നീ നിരാശയിലല്ല ആയിരിക്കുന്നത്. മനസ്സിലാവുന്നു? ഹല്ലേലൂയ. യേശു നമ്മെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നാം നിരാശയിലല്ല ആയിരിക്കുന്നത്. ഉദാഹരണം, യോസേഫിനെ 2 വർഷം കൊണ്ടിറക്കിയത് ബൈബിൾ പറയുന്നത് യോസേഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. പിടികിട്ടിയോ? എന്നാൽ സകലർക്ക് മനസ്സിലായി ഞങ്ങളെ പോലെ നിരാശയുള്ളവനാണ് യോസേഫ്. യോസേഫിനെ നോക്കുന്നവർക്ക് അവനെ നോക്കുന്ന സെക്യൂരിറ്റികൾക്ക് മനസ്സിലായി, അയ്യോ എബ്രായ എന്താ നടക്കുന്നു. എന്നാൽ ജോസഫ് സ്വയം അറിയാം എനിക്ക് നിരാശയില്ല. മനസ്സിലാവും? ജോസഫ് സ്വയം അറിയാം നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് നിരാശ സാരമേ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു. അയ്യോ നോക്ക് പാവം എന്ത് കഷ്ടത അനുഭവിക്കുന്നില്ലേ. നിങ്ങൾ അവരോട് ദയ കാണിച്ചെന്ന് തരാം. അപ്പോൾ ആരോടെ പറയാം ഇത് നമുക്ക് ആവശ്യമില്ല. കർത്താവ് പറയുന്നത് ഈ ദയ കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അവനെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ പിടിച്ചിരിക്കുകയാണ്. ഈ പകല് കർത്താവ് നിന്നെ പിടിച്ചിരിക്കുക. ശിഷ്യന്മാരുടെ കരം പിടിച്ച ഒരു കർത്താവ്, അവരോട് സംസാരിക്കുന്ന കർത്താവ്. ഓ ഹല്ലേലൂയ. പരീക്ഷ അകപ്പെടാതിരിക്കുവാൻ ശിഷ്യന്മാരെ ഉറപ്പിച്ചു പറയുകയാണ്, നിങ്ങൾ പരീക്ഷ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കുവേ. ഹല്ലേലൂയ. ഈ കൊറോണ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ നടക്കുകയാണ്, ഇങ്ങനെ കൈ കൊടുക്കുകയാണ്. രാശി പോയത് മിസ്രൈമില് കടഞ്ഞ സംസാരങ്ങൾ ഓരോരോ ഭവനങ്ങളിൽ ഇങ്ങനെ നോക്കുകയാണ്. ഇവിടെ ഉണ്ടോ കുഞ്ഞാട് രക്തം? ഇവിടെ ഉണ്ടോ? നോക്കുകയാണ്. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ നോക്കുകയാണ്. അതുപോലെ കുറവാണ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇവിടെ ആരുണ്ടോ? ഇവിടെ കറങ്ങാൻ പറ്റുമോ? അവിടെ കറങ്ങാൻ പറ്റുമോ? ഈ സമയത്ത് സഭ സ്തുതി സ്തോത്രം കൊണ്ട് നിറഞ്ഞു. ദാവീദിനെ പോലെ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, യേശുവിന്റെ രക്തം കൊണ്ട് നിറയപ്പെടുവാൻ എന്നെ പിടിച്ചിരിക്കുന്ന ഒരു കരം മനുഷ്യന്റെ കരമല്ല, അത് സ്വർഗ്ഗത്തിന്റെ കരമാണ്. എന്നെ പിടിക്കുന്ന കരം സ്വർഗ്ഗത്തിന്റെ കരമാകുന്നത് ഒരിക്കലും ചുരുങ്ങി പോകില്ല. യേശുവിന്റെ കരമായാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ പിശാചിനെ വിട്ടുകൊടുക്കുകയില്ല. ശിഷ്യന്മാരുടെ കയ്യെ പിടിച്ച ഒരു യേശു. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി വീണ്ടും പ്രാർത്ഥിച്ചു. ഇനി യേശുവിന്റെ പ്രാർത്ഥനയുടെ അടുത്ത വാതിലിനെ ചിന്തിപ്പിച്ചത് എല്ലാവരും കൊണ്ട് പറ്റുകയില്ല. അന്നത്തെ കാലഘട്ടമായതുകൊണ്ട് യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അത് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കും, ഞാൻ നിർബന്ധിക്കുന്നില്ല. മനസ്സിലാവുന്നത്? എന്റെ പിതാവിന് ഒരു പ്രാർത്ഥനയിൽ ഒരു രീതി ഉണ്ടായിരുന്നു. പുള്ളി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഫ്രഷായി കയറുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥന അവസാനം വരെ ആ സിസ്റ്റം പിൻഗമിക്കാൻ പിതാവിനെയായി എല്ലാവർക്കും പറ്റുകയില്ല. യേശു താൻ അനുഭവിക്കുന്ന വേദന അത് മാനുഷികമല്ല, ദൈവത്തിന്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് യേശു തന്റെ സഹപ്രവർത്തകർ വിഷാദ രോഗം കൊണ്ട് ഉറങ്ങുന്നു എന്ന് കണ്ടിട്ട് പോലും
ഭയപ്പെടാതിരിക്കാൻ നീ ഉണർന്ന് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞവർക്ക് വീണ്ടും വലിയ ഭാരം ചുമക്കുകയാണ്. വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് മുട്ടുകുത്തി. ഇനി യേശുവിന്റെ വാക്കുകൾ നമുക്ക് ചിന്തിക്കാം. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. യേശു മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഇത്രയും വലിയ ഭാരം നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാലം ഉറച്ചു നിൽക്കുക. ഇതാ നടക്കുന്നത് മൂട്ടില്. ഇത്രയും വലിയ ഭാരം യേശു സ്വയം ചുമന്നിട്ട് യേശു പ്രാർത്ഥന പറഞ്ഞ പിതാവേ, ശ്രദ്ധിച്ചോ, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ഈ കഷ്ടത എന്ന പാനപാത്രം, കൈത്തൊന്ന പാനപാത്രം, ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പാനപാത്രം, മനുഷ്യന്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഈ പാനപാത്രം, വേദന നിറഞ്ഞ പാനപാത്രം, എത്ര പഠിച്ചാലും മനസ്സിലാകാത്ത ഈ പാനപാത്രം, ഇത് മനുഷ്യമായ കഥതല്ല. സ്വർഗത്തിലെ ദൈവം നമുക്ക് യേശുവിന് കൊടുത്തത് കൊണ്ട് യേശു പ്രാർത്ഥിക്കുകയാണ്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എങ്കിൽ നിന്ന് നീക്കണം. എനിക്കിത് പറയുന്നത്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ ബലഹീനമെന്ന് തോന്നുമ്പോൾ എന്നോട് സംസാരിക്കുന്ന ഒരു യേശു ബലഹീന. ആ ബലഹീനത തെളിവ് അവന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളി പോകുന്നത് അത്രയും സ്ട്രെസ് മാനുഷികമായി യേശു അനുഭവിച്ചു. യേശുവിന്റെ ബുദ്ധിക്കകത്ത് കയറുന്നില്ല. അയ്യോ, അത് ആ കൂരിട്ടിന്റെ അടുത്ത നിമിഷം ഊഹിക്കാൻ പറ്റുന്നില്ല. ബുദ്ധിയെല്ലാം അടഞ്ഞുപോയി, ജ്ഞാനം അടഞ്ഞുപോയി, ശരീരം വിലക്കുകയാണ്, ശരീരം ബലഹീനമായി പോവുകയാണ്. ഈ നിമിഷത്തിൽ യേശുവിന്റെ പ്രാർത്ഥനയാണ്, പിതാവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിങ്ങൾ നേരിടുന്ന രോഗം ഒരു പാനപാത്രമാണ്. നിങ്ങൾ നേരിടുന്ന അസ്വസ്ഥത കൈപ്പിന്റെ ഒരു പാനപാത്രമാണ്. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസിക അസ്വസ്ഥത ഒരു വേദനയുടെ പാനപാത്രമാകാം. ചോദിക്കാം, എത്രത്തോളം കർത്താവേ ഇത് ഞാൻ ചുമക്കും? നീ എന്താ മറുപടി തരാത്തത്? എന്നാൽ വീണ്ടും കീഴ് യേശുവിന്റെ പ്രാർത്ഥനയുടെ അടുത്ത ശൈലി, എങ്കിൽ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ഇത് റെഡിയാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുക. കേട്ടോ, നിങ്ങൾ റെഡിയാണോ? പ്രാർത്ഥിക്കുക. കർത്താവേ ഈ കൈത്തുൾ എന്ന പാനപാത്രം ഞാൻ ചുമക്കുകയാണ്, രോഗം എന്ന പാനപാത്രം ഞാൻ ചുമക്കുകയാണ്, വേദനയുടെ പാനപാത്രം ഞാൻ ചുമക്കുകയാണ്. എന്നാൽ ഇത് മാറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് വയറിൽ ക്യാൻസർ വന്ന് അസ്വസ്ഥനായ പൗലോസ് ഒരിക്കൽ പ്രാർത്ഥിച്ചു, ഈ ശോധന ഒന്ന് മാറ്റണം, ഈ മുള്ളിലൊന്ന് പറ്റത്തില്ല. അവിടെ യേശുവിന്റെ അതേ മാതൃക പൗലോസ് അവിടെ ആവർത്തിച്ചു, ഒന്ന് മാറ്റാൻ കർത്താവേ. യേശുവിന്റെ മറുപടി, എന്റെ കൃപ നിനക്ക് മതി. ഈ പങ്ക് പറയുവാൻ കർത്താവേ നീ തരുന്നതെല്ലാം നന്മയ്ക്കറിയാണ്, എല്ലാം നന്മയ്ക്കറിയാൻ യേശുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ് ഈ നല്ല ശോധനയ്ക്കായി സ്തോത്രം. അങ്ങനെ കീഴ വായിക്കുമ്പോൾ യേശു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശു ബലഹീനത ഓർത്തുകൊള്ളാം, സംസാരിക്കാൻ കഴിയുന്നില്ല, ശരീരം വേർക്കുകയാണ്. അടുത്ത നിമിഷം കൂരിട്ടിന്റെ ആ നിമിഷം യേശുവിനെ മുക്കാൻ പോകുകയാണ്. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതൻ അവന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ.
ബലഹീനനാകുമ്പോൾ ബലപ്പെടുത്തുവാൻ, ബലഹീനം തോന്നുമ്പോൾ നിന്നെ ബലപ്പെടുത്തുവാൻ, ശക്തി കുറഞ്ഞു തോന്നുമ്പോൾ നിന്നെ ശക്തീകരിക്കുവാൻ എന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ്, എന്റെ അടുക്കൽ അയക്കുന്ന അവന്റെ ദൂതൻ ഈ പകല് ബലഹീനം തോന്നുമ്പോൾ അവൻ എന്നെ ആശ്വസിപ്പിക്കുവാൻ തന്റെ ദൂതനെ അയക്കുവാൻ ഇടയായിത്തീരും. ഈ പകൽ കർത്താവേ, നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇതുവരെ ഈ ദൂതന്മാരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ബലഹീനം തോന്നുമ്പോൾ പെറുപെറുക്കാതെ ദൈവത്തിനായി നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഭാരം ചുമക്കുവാൻ, നാം അറിയാതെ നമ്മുടെ വേദന ചുമക്കുവാൻ അവരുടെ ദൂതനെ അയക്കുവാൻ ഇടയായിത്തീരും. ഈ പകല് നമ്മെ നടത്തുവാൻ, നമ്മെ ഉള്ളവയിൽ വഹിക്കുവാൻ അവൻ നമ്മുടെ അടുക്കൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ അയച്ചിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം വായിക്കുമ്പോൾ അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുക. അവൻ വരുമ്പോൾ അവൻ നിങ്ങളോട് സംസാരിക്കുക. അവൻ വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. അവൻ വരുമ്പോൾ നിങ്ങൾ അടുക്കലിരിക്കുക. ഈ പകല് പരിശുദ്ധാത്മ വന്നിരിക്കുകയാണ്. ദൈവഹിതത്തിനായി എന്റെ ഹിതമല്ല കർത്താവ്, തിരുഹിതം നിറവേറട്ടെ എന്ന് നീ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ഒരിക്കൽ മരിച്ചുപോയ എറണാകുളത്തൊക്കെ ലോക പ്രസിദ്ധനായ സുവിശേഷകൻ ഓരോ പ്രഭാതത്തിൽ ഇപ്രകാരം പറയും, പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ചോദിച്ചു, എന്താ ദൈവദാസനെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്തത്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ എന്നെ നടത്തുവാനിടയായി. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് കഴിയുമ്പോൾ അവൻ എന്നോട് സംസാരിക്കാനിടയായി. പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്ത് കഴിയുമ്പോൾ അവൻ എന്നോട് സംസാരിക്കാനിടയായി. ആരും നിന്നോട് സംസാരിക്കത്തില്ല എന്ന് വ്യാകുലരായിരിക്കുമെങ്കിൽ ഈ പകൽ ഓർത്തുകൊള്ളണം, നിന്നെ നടത്തുന്ന ഒരു ആത്മാവുണ്ട്. അത് പരിശുദ്ധാത്മാവാണ്. ഈ പകല് നമ്മുടെ മക്കൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. സത്യത്തിലും ആത്മാവ് നടത്തുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് യേശുവിനെ ആശ്രയിക്കുവാൻ ആ സമയം ഇറങ്ങുന്നത് ദൂതനായി. യേശുവിനെ ശക്തിപ്പെടുത്തും. ശക്തി കുറഞ്ഞവരെന്ന് തോന്നുമ്പോൾ ഈ പകല് എന്നെ ശക്തീകരിക്കുവാൻ, മാനസികമായ ശക്തി കുറഞ്ഞുവെന്ന് തോന്നുമ്പോൾ നിന്നെ മാനസികമായി ശക്തീകരിക്കുവാൻ, ശാരീരികമായ ശക്തി കുറഞ്ഞു തോന്നുമ്പോൾ നിന്നെ ശക്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഈ പകരത്തോട് പറയും, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ. ദൂതനെ അയച്ച് യേശുവിനെ ശക്തീകരിച്ചുവെങ്കിൽ, യേശുവിനെ ഭാരത്തെ ചുമന്നുവെങ്കിൽ ഈ പകൽ കർത്താവ് നിന്റെ ഭാരത്തെ, നിന്റെ വ്യാകുലതയെ, നിന്റെ നിരാശയെ ചുമക്കുവാൻ കഴിവുള്ള പരിശുദ്ധാത്മാവ് ഈ പകല് നമ്മുടെ മധ്യ ഉണ്ട്. നീ ബലഹീനത തോന്നുമ്പോൾ ഈ ആത്മാവ് നിന്നോട് സംസാരിക്കും. ഈ ബലഹീനം തോന്നുമ്പോൾ ഈ പകല് ഈ ആത്മാവ് നമ്മെ ശക്തീകരിക്കേണ്ടതായിത്തീരും. യേശുവിനെ പിതാവായ ദൈവം അയച്ച ദൂതൻ മുഖാന്തരം യേശുവിനെ ബലപ്പെടുത്തിയെങ്കിൽ ഈ പകല് ദൈവസഭയാകുന്ന നമ്മെ ബലപ്പെടുത്തുവാൻ ഈ പകല് അവന്റെ ആത്മാവ് ഈ പകൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. രാത്രി പകൽ വ്യത്യാസം കൂടാതെ നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മെ ശക്തീകരിക്കുവാൻ ഈ പകല് അവന്റെ ആത്മാവിന് കഴിയും. ഈ പകല് നിന്നെ അനുഗമിക്കുവാൻ ഞാൻ റെഡിയാണ്. ഞാൻ നിന്റെ പുറകാലെ അനുഗമിക്കും. രണ്ട് കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്റെ ഇഷ്ടമല്ല കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രമാണ്. സമർപ്പിച്ചു കഴിയുമ്പോൾ നാം അറിയാതെ നമ്മുടെ അടുക്കൽ ഒരു വ്യക്തി, അവന്റെ പേര് പരിശുദ്ധാത്മാവ്. ഒന്ന് നോക്കുന്നതിന്റെ അടുക്കലാണ് നിൽക്കുന്നത്. നോക്ക്, പരിശുദ്ധാത്മാവ് നിന്റെ സഹായിയായി, നിന്നെ രക്ഷിക്കുന്നവനായി, നമ്മുടെ പരിചയായി, നമ്മുടെ ഗോപുരമായി ഈ പകൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മനുഷ്യനോട് പറയുന്നതിനപ്പുറമായി
ഈ പരിശുദ്ധാത്മാവോട് പറ, ഈ പകല് അവനോട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ബലഹീനത തോന്നുമ്പോൾ തന്നെ നീ അവനോട് സംസാരിക്കുക, അവന്റെ ഹൃദയത്തിനായി സമർപ്പിക്കുക. കീഴ്പ്പുറ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യേശു വീണ്ടും നോക്കിയപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം വിഷാദം കൊണ്ട് നിറഞ്ഞു. യേശു ഒരു വാക്ക് പറഞ്ഞു, ഇനി ശ്രദ്ധിച്ചോണം. അവിടെ യേശു പറഞ്ഞു, യേശു നോക്കിയപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സ് മുഴുവൻ വിഷാദം. ആ വാക്ക് അർത്ഥം അറിയാമോ? അവർ മാനസികമായി തകർന്നവരായ ശിഷ്യന്മാർ. 3 വർഷം കൂടെ നടന്ന യജമാൻ ഇതാ പോവുകയാണ്. മനസ്സിൽ വിഷാദമേറ്റപ്പോൾ ശരീരത്തിന് വേദന ഉണ്ടെങ്കിൽ മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്യും. മനസ്സിന് വേദന ഏറ്റാൽ മനുഷ്യൻ മരണത്തോട് മല്ലിടുന്നതിന് തുല്യമാണ്. ദാവീദിന്റെ സങ്കീർത്തനം 12-ാം സങ്കീർത്തനത്തില് ദാവീദിന് പറയുന്നത്, മരണവാസങ്ങൾ എന്നെ വലഞ്ഞു ചുറ്റി, പാതാള ഗോപുരങ്ങൾ എന്റെ അടുക്കലോടെത്തി, എങ്കിലും ദൈവം എന്നെ കാത്തു പരിപാലിച്ചു. ഈ പകരം നമ്മെ കാത്തു പരിപാലിക്കുന്ന ഒരു യേശു, മരണം മുഖാമുഖമായി കണ്ടിട്ടും മരണത്തിന് വിട്ടുകൊടുക്കാതെ ഇതുവരെ നമ്മുടെ ആയുസ്സിനെ ശേഷിപ്പിച്ച ഒരു യേശു, ഈ പകർന്ന യേശു, ഈ പകർന്ന ഈ നിമിഷമോ ഈ ഓഗസ്റ്റ് മാസം 30-ാം തീയതി വരെ നമ്മെ കാത്തു പരിപാലിച്ച ഒരു യേശു ഇനി നമ്മെ കാത്തു പരിപാലിക്കുവാൻ, അവന്റെ ഹിതമെന്ന് നമ്മെ സൂക്ഷിക്കുവാൻ എന്റെ യേശുവിന് കഴിയുമെന്ന് ഈ സഭ വിശ്വസിക്കുന്നു. ബലഹീനത തോന്നുമ്പോൾ എന്നോട് സംസാരിക്കുന്ന എന്റെ യേശു. ഈ പകല് യേശു പറഞ്ഞു, അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഈ പകൽ നാം വന്നിരിക്കുകയാണ്. ഈ 10:30 മണിയായ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ ബലപ്പെടുത്തുന്നുണ്ട്, എന്റെ ബലഹീനത താങ്ങണമേ. എല്ലാവരോട് ഞാൻ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഇരിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില് വിശ്വാസ യേശു ക്രിസ്തുവിന്റെ നാമത്തില് കർത്താവിൻ ബലഹീനനാണ്, എന്നെ ബലപ്പെടുത്തണമേ. കർത്താവേ, എന്നെ ശക്തീകരിക്കണമേ. കർത്താവേ, ഹല്ലേലൂയ, നിന്റെ കരം എന്റെ പേര് വയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവ് നമ്മെ ചുമക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ ഈ പകൽ ആത്മാവിന് കഴിയ്. പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുക. ഈ പകല് കർത്താവേ, എന്റെ ഹിതമല്ല എന്റെ യേശുവിനെ ഹിതം ചെയ്യുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, യേശുവിന്റെ ശിഷ്യന്മാർ അനുഗമിച്ചതുപോലെ അവന്റെ പുറകാല പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ പകൽ കർത്താവേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിന്നെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. എത്ര പേർ അനുഭവിക്കും? പറ. എല്ലാ നാമം തുറന്നാണ് യേശുവിന്റെ നാമം. പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് തുറന്നമേ. പരിശുദ്ധാത്മാവ് എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവ് എന്നെ ശക്തീകരിക്കണമേ. എനിക്ക് കഴിയാതെ ചെയ്യുവാൻ എന്റെ പരിശുദ്ധാത്മാവ് ഈ പകൽ എന്നെ ശക്തീകരിക്കണമേ. എല്ലാ നാമം ഒരുമിച്ചിരിക്കണേ. യേശുവിന്റെ നാമത്തില് നീ രോഗിയാകുന്നു എങ്കിൽ പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. എങ്കിൽ പരിശുദ്ധാത്മാവോട് സംസാരിക്കുക. ഏതൊക്കെ പ്രതിസന്ധികളോട് നീ കടന്നു പോകുന്നു എങ്കിൽ ഈ പകൽ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യേ. അവൻ വരുമ്പോൾ അവൻ നിന്നോട് സംസാരിക്കും. അവൻ നിന്നെ അവന്റെ കയ്യിൽ വഹിക്കുവാനിടയായി തീരും. ഈ പകൽ പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവ് നിന്നോട് കൂടെ. ഇതാ യേശു നിന്നോട് സംസാരിക്കുകയാണ്. അവന്റെ ആത്മാവ് ചലിക്കുകയാണ്. കൂരിന്റെ താഴ്ന്നു കടന്നുപോയാലും ദാവീദ് പറയുന്ന അന്നത്തോ ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എല്ലാ പ്രതിസന്ധികളും നിന്നെ കൈവിടാതെ നിന്നോട് കൂടെ ഇരിക്കുന്ന എന്റെ യേശു ഈ പകല് നമ്മോട് കൂടെ. ഈ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനാണ്. നന്ദി. നീ ഞങ്ങളുടെ മധ്യ ഇറങ്ങി വന്നതിനായി എല്ലാ മൺകൂടാരങ്ങളിലും അങ്ങയുടെ ആത്മാവ് ബലപ്പെടുന്നതിനായി നന്ദി. എല്ലാ നിരാശകളെ മാറ്റുന്നതിനായി നന്ദി. ഈ പകല് യേശു ക്രിസ്തുവിനോട് ദൈവം നൽകിയതിനായി നന്ദി. ഞങ്ങളുടെ ദൈവമേ, സുക്രിസ്തു പിതാവേ, അനുഗ്രഹമേറിയ നല്ല ഈ വിശുദ്ധ പകൽനായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇത്രത്തോളം ഒരുമിച്ച് കർത്താവെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തുടക്കമൊരു നിമിഷം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചതിനായി നന്ദി കർത്താവേ. ഞാൻ ബലഹീന തോന്നുമ്പോൾ എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം, ഞാൻ ക്ഷീണം തോന്നുമ്പോൾ എന്നെ വഹിക്കുന്ന ഒരു കരം ഈ പകൽ കർത്താവേ നീ എന്നോട് സംസാരിച്ചതിനായി നന്ദി കർത്താവേ. ഈ വരുന്ന ഒരാഴ്ച മുഴുവൻ കർത്താവേ എന്നെ നടത്താൻ പോകുന്ന പരിശുദ്ധാത്മാവേ നന്ദി കർത്താവേ.
നന്ദി. കർത്താവേ, ഈ വരും ദിവസങ്ങളൊക്കെ പരിശുദ്ധാത്മാവിന്റെ ജനത്തോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ എല്ലാവരെയും പൊതിഞ്ഞുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുകരത്തിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ കുഞ്ഞുങ്ങൾ മോർത്തിലേക്ക് മടങ്ങുമ്പോൾ കർത്താവ് അവരോട് കൂടെ ഇരുന്ന് അവരോട് സംസാരിക്കണമേ, അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിരുകരത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ വിശുദ്ധ കൂട്ടായ്മയോടും കർത്താവിന് വരുവരെയും ഇരിക്കുമാറാകട്ടെ. നമ്മെ അനുഗ്രഹിച്ച് ബലപ്പെടുത്തിയ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമ്മുടെ വിശുദ്ധ കരങ്ങളോട് സ്തുതിക്കാം. ആമേൻ. കർത്താവായ യേശുവേ, എല്ലാവർക്കും സമാധാനം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാ.